ഹരേ കൃഷ്ണ. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയ്ക്ക് ഒരു വളരെ വലിയ പ്രാധാന്യമുണ്ട്. സുധാമ ദിനം എന്നതാണ് ആ ഒരു ദിനത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ കുചേല ദിനം എന്നാണ് ആ ദിനത്തെ പറയാം. തന്റെ ഉറ്റമിത്രമായ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് സുധാമാവ് ദ്വാരകയിലേക്ക് ഒരു പിടി അവിലുമായിട്ട് ചെല്ലുന്ന ദിവസമാണിന്ന്. അദ്ദേഹത്തിന്റെ ആ ഒരു സന്ദർശനം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ദിനമാണ്. അതായത് ഭഗവാന്റെ മുന്നിൽ അദ്ദേഹം സമർപ്പിക്കുന്ന ആ ഒരു അവിൽ കിഴിയിൽ അദ്ദേഹത്തിന്റെ എല്ലാ സ്നേഹവും സമർപ്പണവും, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സങ്കടവും ദുഃഖവും എല്ലാം ആ ഒരു അവിൽ കിഴിയിലൂടെ അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ആ അവിൽ ഭഗവാൻ ഭക്ഷിക്കുന്നതിലൂടെയാണ് സുധാമാവ് വളരെ വലിയ ധനികനായി മാറുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യ ദുഃഖങ്ങളെല്ലാം അവസാനിക്കുന്നത് ഭഗവാന്റെ മുന്നിൽ അദ്ദേഹം ചെയ്യുന്ന ആ വളരെ വലിയ സമർപ്പണത്തിലൂടെയാണ് എന്നതാണ് ഒരു വിശ്വാസം. അപ്പോ നമ്മുടെ കാര്യവും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഭഗവാന്റെ മുന്നിൽ വളരെയധികം വലിയ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വളരെ വലിയ വലിയ കാര്യങ്ങൾ ഭഗവാനെ വേണ്ടി നമ്മൾ സമർപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ഭഗവാന്റെ മുന്നിൽ നമ്മുടെ സ്നേഹവും ഭക്തിയും നമ്മുടെ എല്ലാ വിശ്വാസവും സമർപ്പിച്ച് ഒരു തുളസി കതിർ ഭഗവാന്റെ മുന്നിൽ നമ്മൾ അർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് തന്നെ ഭഗവാൻ സ്വീകരിച്ച് നമ്മളെ പിന്നെ അദ്ദേഹത്തിന്റെ ആളായി കണക്കാക്കി നമുക്ക് വേണ്ടതൊക്കെ അദ്ദേഹം ചെയ്തു തരും. നമ്മളെ അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സുധാമാവിന്റെ ആ ഒരു അവിൽക്കിഴിയുമായി അദ്ദേഹം ഭഗവാനെ കാണാനായിട്ട് പോകുന്നത്. അപ്പോ ഇതാണ് സുധാമാവിന്റെ ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇന്നേ ദിവസം ഭഗവാന്റെ മുന്നിൽ അവില് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതും നല്ലോണം സ്നേഹവും ഭക്തിയും ഭഗവാനോടുള്ള എല്ലാ വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് തന്നെ അവിൽക്കിഴി സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അത് കിഴിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലോ എന്തെങ്കിലും ചെറിയൊരു തട്ടിലൊക്കെ അവിൽക്കിഴി സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ആ സമർപ്പിച്ച അവില് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.